കാർഷിക മേഖലയോട് അനുഭാവം കാട്ടാത്ത പുത്തൻ സാമൂഹ്യ സാഹചര്യത്തിൽ കാർഷിക രംഗത്ത് സമൂഹത്തിനാകെ മാതൃകയാവുകയാണ് മഞ്ചളൂർ ആദങ്കോട് മുകുളംപുറത്ത് വീട്ടിൽ സത്യപാലൻ എന്ന കർഷകൻ. സത്യപാലന്റെ കൃഷിയിടത്തിലില്ലാത്ത കാർഷിക വിളകൾ അപൂർവമാണ്. സങ്കര ഇനം കൃഷിയിലൂടെ നൂറുമേനി വിളയിച്ച സത്യപാലൻ പിതാവും കർഷകനുമായിരുന്ന അച്യുതനൊപ്പം 35 വർഷങ്ങൾക്ക് മുമ്പാണ് കാർഷിക മേഖലയിലേക്ക് കാലെടുത്തു വെച്ചത്. എന്റെ അച്ഛൻ കർഷകനായിരുന്നു. അപ്പൊ അച്ഛന്റെ കൂടെ ഞാനും കൃഷി ഭൂമിയിൽ ഇറങ്ങി അന്ന് കിളക്കുകയും ഈ കൃഷികളൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതങ്ങനെ തുടർന്ന് കൊണ്ടുവരുന്നു. അതിലൊരു വളരെ സംതൃപ്തി പറഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങൾ, നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ വിഷാംശ സാധനങ്ങളൊന്നും കഴിക്കാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന നല്ല സാധനങ്ങൾ കഴിപ്പിക്കാനൊക്കെ പലരും ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എല്ലാം റബ്ബർ വന്നുകൊണ്ടേ, അതുകൊണ്ട് പിന്നെ നമ്മൾ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നു. സ്വന്തമായിട്ടും പിന്നെ പാട്ടത്തിനടുത്തും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. മണ്ണിൽ നൂറുമേനി വിളയിക്കുന്ന സത്യപാലന്റെ കൃഷിയിടത്തിൽ ചീനിയും ചേനയും കാച്ചിലും പലയിനം കിഴങ്ങുകളും വാഴയും മുളകും ചീരയും ഇഞ്ചിയും വഴുതനയും പയറും പേരയുമെല്ലാം സമൃദ്ധിയോടെ സൗഹൃദത്തോടെയും സമ്മേളിച്ചു നിൽക്കുകയാണ്. കാർഷിക രംഗത്ത് വിജയയാത്ര ചെയ്യുന്ന സത്യപാലനെ കൃഷിവകുപ്പോ മറ്റേതെങ്കിലും കാർഷിക സംഘടനകളോ ഇന്നുവരെ അനുമോദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ജൈവകൃഷിയിലൂടെ കാർഷിക രംഗത്ത് നൂറുമേനി വിളയിച്ച സത്യപാലന്റെ കൃഷിയിടമൊന്നും സന്ദർശിക്കാനുള്ള സന്മനസ്സുപോലും ഉത്തരവാദിത്തപ്പെട്ടവർ കാണിച്ചിട്ടില്ലെന്ന് ഈ കർഷകൻ പരാതി പറഞ്ഞു. നല്ല കൃഷിക്കാരനായിരിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സത്യപാലൻ സദാസന്നദ്ധനാണ്. PCV ന്യൂസ്, പത്തനാപുരം.